Assalamualaikum, welcome to my channel. എൻ്റെ പേര് തസ്ലിം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന izgarakanat എന്ന് പറയുന്ന ഒരു ചിക്കൻ വിഭവമാണ്. അതായത് izgara എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലിംഗ്, കനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ വിങ്സ് ആണ്. അപ്പം ചിക്കൻ വിങ്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആ ഡിഷിന് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് കുറച്ച് മസാല മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇത്. പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്തു നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കൻ വിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരുണ്ട്, 1/2 നാരങ്ങ ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി, റോസ്മെരി, ഒരു പിടി റോസ്മെരി. അപ്പോൾ റോസ്മെരിയാണ് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങളുടെ കയ്യിൽ ഗാർലിക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഗാർലിക് പൗഡർ ഉപയോഗിക്കുക, ഒരു 2 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. തൈമും ഒരെഗനോയും ഒരു പിഞ്ച് വീതം ഇട്ടാൽ മതി, അതായത് 2 ടീസ്പൂൺ. സ്വീറ്റ് ചില്ലി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 2 ടീസ്പൂണാണ്. പിന്നെ വേണ്ടുള്ളത് പുൽബിബാറാണ്. പുൽബിബാറില്ലാത്തൊരു കാശ്മീരി ചില്ലി ഫ്ലേക്സ് ഉപയോഗിച്ചാൽ മതി. പിന്നെ അടുത്തത് കുരുമുളക് പൊടി നമ്മൾ ആവശ്യത്തിന് എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ആണ്. ഇതില്ലാത്തൊരു ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിച്ചാൽ നാട്ടില്ല. അടുത്തതായിട്ട് എണ്ണ. ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലാത്തൊരു സാധാരണ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതിയാവും. ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിനെ ഇത്രയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വിങ്സ് ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു 4 മണിക്കൂർ നേരം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ഇതുപോലൊരു അടപ്പിട്ടിട്ട് അടച്ച് നമ്മൾ 4 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതായത് ചിക്കൻ വിങ്സ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ചെറിയ തീയിൽ ഒരുപാട് ടൈം എടുത്ത് കുക്ക് ചെയ്യുക. ഇറച്ചി പ്രത്യേകിച്ച് ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തീ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകത്തേയുള്ളൂ, നല്ലതുപോലെ വെന്ത് കിട്ടത്തില്ല. അത് കാരണം തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നോക്കുക, അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത് വളരെ കുറഞ്ഞ തീയിലാണ്. അപ്പോൾ ഈ ഒരു തീയിൽ കുക്ക് ചെയ്തെടുത്താൽ കുറച്ച് സമയം എടുക്കും, പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും. നമ്മൾ വാട്ടിയെടുത്ത ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് izgarakanat റെഡി ആയിട്ടുണ്ട്. അതായത് കേട്ടോ നല്ല അടിപൊളി izgarakanatാണ്. ചിക്കൻ വിങ്സ് ശരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.